ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിക്ക് പോവാം. ഹീറോയ്ക്ക് ഉള്ളൂട്ട് സൈറ്റ് അടിക്കുക. ഡ്രസ്സ് ഇട ബോഡിയെല്ലാം കാണാം ജങ്കുക്ക്. ഞങ്ങൾ ഡ്രസ്സ് ഇടായിരുന്നു ജങ്കുക്ക്. ഹീറോയിൻ്റെ ചേട്ടാ കൊണ്ട് വാഹ വീടടി ജൊള്ളു വിടണ്ട. ചങ്ങ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം ഹീറോയിൻ്റെ ചേട്ടാ വാങ്ങു വാതിലുള്ള ഇട്ടോന്ന്. വാതിലിൻ്റെ മുട്ടായിരുന്നു. ഇങ്ങനെ വാതിൽ തട്ടായിരുന്നു. ചങ്കുക്ക് തുറന്നു ചാത്തിട്ടുണ്ടായിരുന്നു. വാതിൽ എന്താക്കിയിട്ട് തുറന്ന് ചങ്കുക്ക് ആരാ എന്ത് വേണമെന്ന് പറയുന്നു. സാർ ബേബീസ്. ഓ താങ്ക്സ്, എൻ്റെ ബേബീസാണ് ഡാഡി എന്ന് പറഞ്ഞു. ജങ്കുക്ക് ബേബീസ് ഹക്ക് ചെയ്തിരുന്നു. എന്താ ബേബീസ്? ഡാഡി. ആ ഇവിടെയാണ് നമുക്ക് അങ്കിൾ ആൻറ്റി. ഓ അങ്ങനെയാണോ? താങ്ക്സ് എന്ന് ജങ്കുക്ക് പറയായിരുന്നു. ആ ഹീറോയി ബായ് ചെയ്തിട്ട് ബേബീസ് ഒക്കെ പറഞ്ഞു പോയി. ബാ എന്ന് പറഞ്ഞ ബേബീസ് പറയായിരുന്നു ഹീറോയ്ക്ക്. ചേട്ടാ എനിക്ക് ആ ബേബി പിടിച്ചിരുന്നു. ആയിക്കേ ടോം പറയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ ഇടയ്ക്കിടെ ടോം പറയും, ജോൺ പറയും. ടോം പറയായിരുന്നു, ആ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കുട്ടികളെ ചേട്ടാ. എനിക്ക് ആ കുട്ടികളെ ഇഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ മമ്മി എവിടെയാണ് കേൾക്കുമ്പോൾ സാഡായിരുന്നു. അതേടി ഞാൻ ചോദിച്ചായിരുന്നു. മമ്മിയുള്ള പറയായിരുന്നു. അത് പറയായിരുന്നു. മമ്മി പറയുമ്പോൾ എടാ ചേട്ടാ അവർക്ക് മമ്മിയില്ല ഒരുവേള ഞാൻ കറക്റ്റ് ചെയ്യട്ടെ ചേട്ടാ. എടി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു ചേട്ടാ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോയി പറയായിരുന്നു. ഇങ്ങനെ ഫ്രണ്ട്സ് കൂടി നല്ല എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആണ് എടി പാർട്ടിയാണ് എന്നൊരു ഫ്രണ്ട് പറയായിരുന്നു. പാർട്ടിയാ? എന്താ പറയണത്? എന്താടി പറയണത് ദിയ എന്നെ എൻ്റെ ഫ്രണ്ട് പറയാ. പൂജയ്ക്ക് കേൾക്കുന്നു. ദിയ പറയായിരുന്നു, എടി ഒരു പാർട്ടി ഉണ്ടെടി. ആ പാർട്ടിക്ക് അവൾ മിനമിനിക്ക് പോവാ. എന്താ പറഞ്ഞ? എടി മിനമിനിക്ക് പോവാടി. അവൾക്കൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ ഇഷ്ടപ്പെട്ടായിരുന്നു. നീ ഏതോ ഹോസ്പിറ്റൽ പേര് പറയായിരുന്നു. അവിടെ ഏതോ ഒരു ജിയാൻ ജങ്കൊക്കെ അവനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ഡാഡി പ്ലാൻ ചെയ്തായിരുന്നു. അവർ എന്താടി പറഞ്ഞേ? അതെടി അത് മാത്രമല്ല ഹിരയുടെ ഒരു ഫ്രണ്ട് പറയായിരുന്നു, പ്രിയ എടി ഞാൻ എല്ലാം കേട്ടതാ വീഡിയോ നോക്കൂ എന്ന് പറയാം. അപ്പം എന്നെ സംസാരിക്കും. എടി ജങ്കൊക്കെ അവളുടെ മാരേജ് ആയിനല്ലേ എന്നെ അഭിനയിക്കിൻ്റെ ഫ്രണ്ട് പറയുന്നത്. മാരേജ് എന്താക്കാം ഹാൻസം ആയിട്ടുണ്ട്. അതുമാത്രമല്ല അവനെ കുടിക്കണം ജിങ്സിൽ ഞാനൊരിടന്ന് ചെയ്ത് വെക്കും. അതുമുതൽ അത് കുടിച്ചാൽ പിന്നെ അവൻ എൻ്റെ കൂടെ ക്ലോസ് ആവും. അപ്പാണ് എൻ്റെ പ്ലാൻ. ആ ബേബീസിന് കുറച്ച് നാളിരിക്കും. പിന്നെ ആ കുട്ടികളെ ഞാൻ നടക്കും. ഇല്ലാത്താണ് എൻ്റെ ഡാഡിമാർ പറഞ്ഞാൽ ബേബീസിനെ കിഡ്നാപ്പ് ചെയ്യും. ഇല്ല ഞാൻ പോയ്സൺ വെച്ച് കൊന്നുകൾ എന്ന് പറയുന്നു. വില്ലത്തനായിട്ട് ഈ പെണ്ണ് പറയുന്നു. ഇത് കേട്ട് മിനിമിക്ക് പറയുന്നു. അത് മാത്രമല്ല എൻ്റെ ചേട്ടനൊരു വേറെ ആരോ എൻ്റെ ചേട്ടന് പറഞ്ഞ ഒരു ഷോപ്പ് പോയിട്ട് അമ്മ ഒരു മെഡിസിൻ ഉണ്ട് അത് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ചേട്ടനക്ക് എൻ്റെ ചേട്ടനക്ക് അവളെ മേലെ കണ്ണ അതൊക്കെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. ഹീറോ മേലെ കണ്ണ് അവൾ കുടിക്കുന്ന ഡ്രിങ്ക്സ് അതേ പാർട്ടിക്ക് അവൾ വരാം. കാരണം അവളെ ചേട്ടൻ പറയുന്നു, എനിക്ക് ഹെൽപ്പ് ചെയ്യുമല്ലേ? ഹെൽപ്പ് ചെയ്യും ചേട്ടാ എന്ന് പറയായിരുന്നു. അത് കേട്ട് ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നു, മച്ചി ഈ പ്ലാൻ ചേട്ടാ അത് നീ അതേമാതിരി ചെയ്തോ. നീ ഡ്രിങ്ക്സ് കുടി. അത് മാത്രമല്ല നീ അങ്കിളോട് ക്ലോസ് ആവും. ചേട്ടാ അതെങ്ങനെ ചേട്ടാ സെറ്റാവും? പറഞ്ഞേക്ക് ഇതേ വഴി വേറെ വഴിയില്ല ചേട്ടാ. അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക? പറഞ്ഞേക്ക് നീ അവനെ രക്ഷിച്ചാൽ മതി ചേട്ടാ. അതൊക്കെ ശരിയാണ് ചേട്ടാ പറയുന്നത്. അങ്ങനായിട്ട് ഹീറോ ജങ്കുക്ക് പറയുന്ന ആ ഡ്രിങ്ക്സ് കുടിക്കാൻ പോയിരുന്നു. ജങ്കുക്ക് ഒരു അടുത്ത് ജങ്കുക്ക് ആ ഡ്രിങ്ക്സ് കുടിക്കാൻ പോകുമ്പോൾ ഹീറോ കൂടെ ഓടി വന്നാണ്. ആ ഗ്ലാസ് തട്ടിയായിരുന്നു. അത് താഴെ വീണായിരുന്നു. ആ താഴെ വീണ് പാതി ജങ്കുക്ക് ഒരുപാട് കുറച്ച് കുറ്റിയായിരുന്നു. താഴെട്ടായിരുന്നു ജങ്ക് ഓടി വന്ന്. സാർ അത് കുടിക്കാൻ പാടില്ല സാർ എന്നാൽ ജങ്കുക്ക് അതിനകത്ത് പാതി കുടിച്ചാൽ പറ്റിയെടുത്തായിരുന്നു. സാർ അത് കുടിക്കാൻ പാടില്ല സാർ. ജങ്കുക്ക് ടെൻഷനായിരുന്നു. എന്താ ചെയ്യുന്നത് സാർ? ഇതിലൊരു എന്തോട്ടായിരുന്നു ഹീറോയിൻ ചേട്ടാ കിസ് ക്യാമറ കൊണ്ടുവരായിരുന്നു. ജങ്കുക്ക് പോയിക്കൊണ്ട് പറയായിരുന്നു. ജങ്കുക്ക് സാർ സ്റ്റോപ്പ് സാർ എന്നാൽ ശങ്കർ വിളിച്ചോണ്ട് ഞാൻ പിന്നിക്കിനി ഫിറ്റായിരുന്നു. സാർ നീ ഇത് കുടിച്ചപ്പോൾ ആഡ് ചെയ്തു സാർ. അത് കുടിക്കട്ടെ സാർ. അത് ചങ്കൊക്ക് പാതി കുടിച്ചെന്ന് അത് തുപ്പം പറയായിരുന്നു. ചങ്കൊക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ബേബീസ് പറയുന്നു, ഡാഡി അതിൽ കോക്രോച്ച് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ചങ്ക് അത് തുപ്പിയായിരുന്നു. അതായത് ചങ്കൊക്ക് ബേബീസ് വെച്ചുമ്പോൾ ബേബീസോട് ഹീറോ ചേട്ടൻ പറഞ്ഞായിരുന്നു. സാർ ചങ്കൊക്ക് വഴക്ക് പറയായിരുന്നു. അത് കേട്ട ഹീറോയി വേറെ വഴിയില്ല ഇത് ഞാൻ കുടിക്കുന്നത് പ്ലാൻ എന്ന് പറഞ്ഞു. ചങ്കൊക്ക് സാർ നിങ്ങൾ ഇത് നമ്പില്ലേ സാർ? ഞാൻ തന്നെ കുടിച്ച് കാട്ടെ എന്ന് പറഞ്ഞ് ഹീറോ അതെടുത്ത് കുടിച്ച നേരം കുറച്ച് നേരം ആകുമ്പോൾ ഹീറോ ഒരുപാട് ഹാർട്ടാകാൻ തുടങ്ങിയായിരുന്നു. എന്ത് തരുന്ന സമയം ജങ്കുക്ക് ഷോക്കായിരുന്നു. അപ്പോൾ ജങ്കുക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ജങ്കുക്ക് ഒരുമാതിരി ഹീറോയാവാൻ തുടങ്ങി. ഹീറോയുടെ ചേട്ടൻ അവളെടുത്ത് കുടിച്ചോ എന്ന് ജങ്കുക്ക് ഷോക്കായിരുന്നു. എന്താ സാർ നിങ്ങൾ ഡോക്ടറല്ലേ സാർ പ്ലീസ് സാർ. ശരി പറയുന്നു. ജങ്കുക്ക് ജങ്കുക്ക് നോക്കിയായിരുന്നു. ഡോക്ടറാണ് ജങ്കുക്ക് ചെക്ക് ചെയ്തായിരുന്നു. അതെ അവളെന്താ കുടിച്ചത്? ഒരു മെയ്ഡിന് പിടിച്ചായിരുന്നു. ഒരു മെയ്ഡ് പറഞ്ഞ അവിടെ ഇതിനായിട്ട് ചെയ്യുന്നവട്ട് എന്താ കൊടുത്തത് പറഞ്ഞാൽ ബോട്ടിൽ കാട്ടിയായിരുന്നു. ജങ്കുക്ക് ടെൻഷനായിരുന്നു. അയ്യോ ഇപ്പം എന്താ ചെയ്യാം ഇതൊക്കെ മെഡിസിൻ
ഇനി പറയണം എല്ലാ ഷോപ്പ് ബന്ധാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി. ഇപ്പോൾ എന്താ ചെയ്യുക അറിയില്ല ചേട്ടാ, എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുമാതിരിയായിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യാനുള്ളത് ടെൻഷനായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യാനായിരുന്നു. ഇവരുടെ ചേട്ടൻ പറയുന്നു, സാർ ഇപ്പോൾ എന്താ ചെയ്തത്, അത് കൊണ്ടുവരാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പറയുന്നു, അത് വേണമെന്ന് പറയുന്നു. സാർ ഞാൻ എവിടെയുണ്ട് തേടി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നിറയെ ഷോപ്പ് പോയായിരുന്നു. അപ്പോൾ ചങ്കക്ക് ശരിപ്പാ എന്ന് പോകാമായിരുന്നു. ബേബീസ് ഫ്രണ്ട്ഷിപ്പിന് പറയുന്നു, ഞാൻ നോക്കിക്കളടാ മച്ചെന്ന് പറയുന്നു. ഹീരോയുടെ അടുത്ത് ഇരുന്നൊരു ഞങ്ങൾ കോൾ ശരിക്കുന്നു. ഇല്ല സാർ ഒന്നും കിട്ടില്ല, എല്ലാ ഷോപ്പ് ബന്ധാ സാർ എന്ന് ഞങ്ങൾക്കൊരു പറയുന്നു. ഞങ്ങൾക്ക് ടെൻഷനായി. ഹീറോയ്ക്ക് ഒരുമാതിരി കൂടി പോകാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്കൊരു കിസ് തുടങ്ങി. ഞങ്ങൾക്ക് ഇത് വിടുമ്പോൾ ഞങ്ങൾക്ക് പറയുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരി ആകുന്നു, സീരിയസ് ആകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത് വിട്ടാൽ ശരിയാവില്ല, എന്താ ചെയ്യുക, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹീറോയ്ക്കൂടെ പറഞ്ഞ ഇതൊക്കെ വരവില്ല. ജിമിൻ പറയുന്നു, മച്ചാ അത് ജിമിൻ പറഞ്ഞു അത് വി വന്നായിരുന്നു. അതെ 3 പേരെ ഫ്രണ്ട്സ്. അതുപോലെ വി പറയുന്നു, ഇത് യൂസ്ഡ് മച്ചാ ഇല്ല എന്നിട്ടോ അവളെ കൂടെ ക്ലോസ് ആവും മച്ചാന്ന് പറയണം. വരവയില്ല. ചങ്കുക്ക് ശരി സോറി എന്ന് പറഞ്ഞ ഹീറോയ്ക്കൂടെ ചങ്കുക്ക് ക്ലോസ് ആയിരുന്നു. അതെ എല്ലാം നടന്നായിരുന്നു ചങ്കുക്ക് ഹീറോയ്ക്ക്. ചങ്കുക്ക് എല്ലാം നോക്കുമായിരുന്നു ഹീറോയിനെ. അതുമാത്ര ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. ഹീറോയിൻ മയങ്ങി വീണു. അതുമാത്ര ഡ്രസ്സ് അതേമാതിരി ഇട്ടായിരുന്നു. അതെ ഡ്രസ്സ് അതേമാതിരി എങ്ങനെയുണ്ട് ഡ്രസ്സ് അതേമാതിരി ചെയ്തായിരുന്നു ചങ്കുക്ക്. ഒരു മെയ്ഡ് പറ്റിയായിരുന്നു. അത് ഇത്രയല്ല, അത് പറഞ്ഞാൽ കൊറിയനായിരുന്നു. ഒരു സെക്രട്ടറിമാരെ മെയ്ഡ്. പിന്നെ ആ മെയ്ഡ് വന്ന് ഹീറോയിനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തായിരുന്നു. അത് സെക്രട്ടറിമാർ മെയ്ഡാണ്. അപ്പോൾ ചങ്കുക്ക് നോക്കിയിട്ട് പറയായിരുന്നു, സാർ എല്ലാം ശരി സാർ, ശരി ഓക്കെ പോയിക്കോ എന്ന് പറഞ്ഞാൽ മെയ്ഡ് പോയിരുന്നു. അതിനായിട്ട് ഹീറോയി കണ്ണു തുറന്ന് നോക്കുമ്പോൾ മണി എത്ര, അയ്യോ ഇടുപ്പ് വേദന നിൽക്കുന്നല്ലോ എന്ന് പറഞ്ഞ ഹീറോയിൻ ചേർന്നു. ഓ ആ ഡ്രിങ്ക്സ് ഞാനൊന്ന് കുടിച്ചിട്ടല്ലോ, എനിക്കെന്ത് പറ്റി, അത് കുടിച്ച കൊണ്ട് എനിക്ക് ഒരു പടി വേറെ വേദന നിൽക്കുന്ന എന്ന് പറഞ്ഞ് ഹീറോയിൻ കണ്ടിക്കാതെ ഹീറോയിൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു.